മലപ്പുറം അരീക്കോട് സായുധ ക്യാമ്പിൽ ആത്മഹത്യ ചെയ്ത പോലീസുകാരൻ വിനീതിന്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. അവധി കിട്ടാത്തതിന്റെ മനോവിഷമത്തെ തുടർന്നാണ് വിനീത് ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇപ്പോൾ സഹപ്രവർത്തകർ പറയുന്നത്. സ്വയം നിറയൊഴിച്ചാണ് ഈ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് കമാൻഡോ വിനീത് ആത്മഹത്യ ചെയ്തത്. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ബിപിൻ സി വിജയൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ്സുമായി ഈ വാർത്തയെക്കുറിച്ച് നമുക്കൊപ്പം പറയാൻ ചേരുന്നു. ബിപിൻ സി വിജയൻ, യഥാർത്ഥത്തിൽ ഈ വിനീതിൻ്റെ ആത്മഹത്യ പോലീസിൽ ചെറിയ രീതിയിൽ അസംതൃപ്തി വളരുന്നു എന്നതിൻ്റെ സൂചനയായി നമുക്ക് കാണാൻ കഴിയുമോ? SKN ഇപ്പോൾ വിനീത് ഒരു സുഹൃത്തിന് അയച്ചിട്ടുള്ള, പ്രദീപ് എന്നുള്ള ഒരു സുഹൃത്തിന് അയച്ചിട്ടുള്ള ഒരു മെസ്സേജാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിലൊരു കൊടിയ പീഡനം അനുഭവിച്ചിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന, അദ്ദേഹം ഈ ജോലിയുമായി ബന്ധപ്പെട്ടൊരു സമ്മർദ്ദത്തിലായിരുന്നു എന്നത് തെളിയിക്കുന്നതാണ് ഈ ഒരു ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട വിവരമുള്ളത്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ടി സിദ്ദിഖ് MLA ഇപ്പോൾ സ്ഥലത്തെത്തുകയും ഈ ഒരു ആശുപത്രിയിലെത്തുകയും അദ്ദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളെ സംബന്ധിച്ച് അദ്ദേഹം പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള മെസ്സേജ് പ്രകാരമാണെങ്കിൽ ഈ ഒരു മെസ്സേജ് കൂട്ടത്തിൽ നിന്ന് ഉള്ളവർക്ക് തന്നെ, അതായത് കൂട്ടത്തിലുള്ളവർക്ക് തന്നെ ഇത് കൊടുക്കണം. ഒപ്പം തന്നെ ഒരു അസിസ്റ്റന്റ് കമാൻഡന്റായിട്ടുള്ള അജിത് സാറിനെ ഈ ഒരു ഓട്ടത്തിൻ്റെ സമയം വർദ്ധിപ്പിക്കണം. ഇത് മാത്രമേ തനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഇത് ഏറ്റവും ശരിയാക്കിയെടുക്കാൻ, ഈ ഒരു മേഖല ശരിയാക്കിയെടുക്കാൻ എല്ലാവരോടും പറയണം എന്നുള്ളതാണ് ഈ മെസ്സേജിൻ്റെ ഒരു ഉള്ളടക്കമുള്ളത്. ഇതൊരു സുഹൃത്തിന് അയച്ചിട്ടുള്ളതാണ്. അതായത് റിഫ്രഷ്മെൻറ്റ് കോഴ്സുമായി ബന്ധപ്പെട്ട നവംബറിലാണ് ഈ ഒരു അരീക്കോട് SOG ക്യാമ്പിലേക്ക് വിനീത് എത്തുന്നത്. അപ്പോൾ ആ ഒരു ക്യാമ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹം അതിന് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ റിഫ്രഷ്മെൻറ്റ് കോഴ്സിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് വലിയ മാനസികമായിട്ടുള്ള പ്രയാസം അനുഭവിച്ചിരുന്നു. ഇന്ന് വീണ്ടും ഇങ്ങനെ ഒരു റിഫ്രഷ്മെൻറ്റ് കോഴ്സ് ആരംഭിക്കണമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോകാൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോലും അനുവദിക്കാതെ പലതവണ ലീവിന് അപേക്ഷിച്ചിട്ടും ഈ ലീവ് കൊടുത്തിട്ടില്ല എന്നുള്ള പരാതിയാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. ഈ ഒരു മെസ്സേജ് പ്രകാരമാണെങ്കിൽ അത് തന്നെയാണ് വ്യക്തമാവുകയും ചെയ്യുന്നത്. ടി സിദ്ദിഖ് MLA ഇതിലൊരു ക്രൂരമായിട്ടുള്ള പീഡനം നടന്നിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പാണ് ഇക്കാര്യത്തിലൊരു ഉത്തരവാദിയായിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും വേഗം കർശനമായിട്ടുള്ള നടപടി എടുക്കണം, ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഒരു പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ശേഷമായിരിക്കും വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ജോലി സമ്മർദ്ദം ആണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് വ്യക്തമാവുകയാണ് ഈ ഒരു മെസ്സേജിലൂടെ, വിനീതിൻ്റെ മെസ്സേജിലൂടെ. വിനീത് ഇവിടെ കമാൻഡൻ്റ് ആയിരുന്നു. ഇന്നലെ രാത്രി 8:50 കൂടിയാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം സ്വന്തം AK-47 തോക്കെടുത്ത് നിറയൊഴിക്കുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. SKN. വളരെ സങ്കടകരമായ വാർത്തയാണിത്. അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡോ വിനീതിൻ്റെ ആത്മഹത്യയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ടി സിദ്ദിഖ് MLA ആവശ്യപ്പെട്ടു. മനുഷ്യത്വരഹിതമായ പെരുമാറിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയും വേണം. വിനീതിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി ആഭ്യന്തര വകുപ്പാണെന്നും ടി സിദ്ദിഖ് MLA ആരോപിച്ചു. ആധുനിക കാലഘട്ടത്തിൽ മാനവികതയുടെ ഒരു അംശമില്ലാതെ പണ്ടത്തെ ഈ കറുത്ത ഇരുണ്ട കാലഘട്ടത്തിലെ സമീപനമാണ് ഇപ്പോഴും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നത്. ആ സമീപനത്തിൻ്റെ ഇരയാണ് പ്രിയപ്പെട്ട ശ്രീ വിനോദ്. വിനോദിൻ്റെ മരണം ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാകണം. ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ജുഡീഷ്യൽ പ്രോസസ്സാണ്. ആ അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാരെ ഇനി ഈ പദവികളിൽ ഇരിക്കാൻ അനുവദിക്കരുത്. അതിനുള്ളതായിരിക്കുന്ന സമീപനം ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി സ്വീകരിക്കണം.